ഫാറ്റി ലിവർ ശരിക്കും ഉണ്ടാകുന്നത് ശരീരത്തിൽ കൊഴുപ്പടിയുന്നത് തന്നെയാണ്. അപ്പം കൊഴുപ്പ് എവിടെ പോയി ഡിപ്പോസിറ്റ് ചെയ്യും? ആ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ ഇത് കൂടുതൽ ഡിപ്പോസിറ്റ് ചെയ്യും. പലപ്പോഴും കരൾ രോഗങ്ങൾ ലക്ഷണം കാണിക്കണം എന്ന് തന്നെ ഇല്ല. ജനറ്റിക് കോസ്, അതായത് കുടുംബത്തിൽ അച്ഛനോ അമ്മയ്ക്കോ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ എല്ലാവരുടെയും ഒരു മെയിൻ പ്രശ്നമാണ് ഫാറ്റി ലിവർ. ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ആനന്ദ്, അസോസിയേറ്റ് പ്രൊഫസർ, ഗവൺമെൻറ് ആയുർവേദ കോളേജ്, ട്രിവാൻഡ്രം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഈ ഫാറ്റി ലിവർ ഇപ്പോൾ മിക്കവാറും ഉള്ളവർക്കെല്ലാം ഉള്ളൊരു പ്രശ്നമാണ്, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ്. അപ്പോൾ ഈ ഫാറ്റി ലിവർ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അത് നമ്മുടെ ശരീരത്തിൽ ലിവറിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് ആദ്യം ഒന്ന് പറയാം. ലിവർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനാണ്. ഇപ്പോൾ ശരീരത്തിൽ ഇപ്പോൾ ലിവർ ഇല്ലാതെ ജീവിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനും സാധിക്കില്ല. അതാണ് ലിറ്ററേച്ചറിൽ തന്നെ പലപ്പോഴും കരളെന്നുള്ള ഇത്രയും പ്രാധാന്യം വരുന്നത്. അപ്പോൾ അതിൽ ശരിക്കും നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലിവറാണ്. അപ്പോൾ അതിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഒരുപാട് ശരീരപ്രവർത്തനങ്ങൾ ലിവറിൻ്റെ ഫങ്ഷനിൽ വരുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റബോളിസം എന്നുള്ള ഫങ്ഷൻ. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ചയ അപചയ പ്രക്രിയകളാണ്. അതായത് നമ്മുടെ ശരീരം തന്നെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരം ശരീരമായി മാറുകയാണ്. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്, ഇങ്ങനെ പല ബിൽഡിംഗ് ബ്ലോക്കുകളുണ്ട്. അപ്പോൾ കഴിക്കുന്ന ഫുഡ് മോളിക്യൂൾ വേറെയാണ്, ആഹാര പദാർത്ഥങ്ങൾ അതിൻ്റെ തന്മാത്രകൾ വേറെയാണ്. ആ തന്മാത്രകളെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ജോലി ചെയ്യുന്നത് ലിവറാണ്. അങ്ങനെയാണ് ശരീരം ബിൽഡപ്പ് ചെയ്യുന്നത്. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളും ഇതിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്, അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. ഇത്രയും നല്ലൊരു ഫംഗ്ഷനിങ് ചെയ്യുന്ന ഒരു ലിവറിനാണ് ഫാറ്റി ലിവർ ആവുന്നത് അല്ലേ? ഇത് എങ്ങനെയാണ് ഫാറ്റി ലിവർ ആവുന്നത്? നമ്മുടെ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ആ കാരണങ്ങളൊന്ന് പറയാം. അതെ, ഇപ്പൊ ഈ ചോദ്യത്തോടൊപ്പം തന്നെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട മറ്റ് ഫങ്ഷൻസ്, ടോക്സിനെ എലിമിനേറ്റ് ചെയ്യുക. ശരീരത്തിൽ നിന്ന് വിഷാംശം ശരീരത്തിലുണ്ടെങ്കിൽ അത് ലിവറാണ് അതിനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ സഹായിക്കുന്നത്. പിന്നെ അതുപോലെ വേറെ പല പ്രോട്ടീനുകളെയും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്, അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഈ ഫാറ്റി ലിവർ ശരിക്കും ഉണ്ടാകുന്നത് ശരീരത്തിൽ കൊഴുപ്പടിയുന്നത് തന്നെയാണ്. അപ്പം കൊഴുപ്പ് എവിടെ പോയി ഡിപ്പോസിറ്റ് ചെയ്യും? ആ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ ഇത് കൂടുതൽ ഡിപ്പോസിറ്റ് ചെയ്യും. നമ്മുടെ അബ്ഡോമൻ, ഇൻട്രാ അബ്ഡോമൻ എന്ന് പറയും, നമ്മുടെ വയറിനകത്ത് തന്നെ വൈറ്റൽ ഓർഗൻസ്, നമ്മുടെ ശരീരത്തിലെ ലിവർ, അതുപോലെ ഇൻറ്റസ്റ്റൈൻ, കുടൽ, ആ ഭാഗങ്ങളിലൊക്കെ കൊഴുപ്പ് കൂടുതലായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്ത് അടിയുന്ന ഒരു പ്രക്രിയ ഉണ്ട്. അതിന് വിസറൽ ഫാറ്റ് എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിൽ കൊഴുപ്പ് നമ്മുടെ ശരീരഭാഗത്ത് തന്നെ ചില പ്രത്യേക ഭാഗങ്ങളിൽ അടിയും. പ്രത്യേകിച്ച് ഈ ലിവർ, കരള്, ഈ പറഞ്ഞ കുടൽ, ഈ ഭാഗത്തെല്ലാം കൂടുതലായിട്ട് ഈ കൊഴുപ്പ് വന്ന് അറ്റാച്ച് ചെയ്യാനുള്ള പ്രവണത കൂടുതലുണ്ട്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു 4-5 കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാന കാരണം ഒന്ന് നമ്മുടെ ഫുഡ് ഹാബിറ്റ് തന്നെയാണ്, അതായത് ആഹാരശീലം, അതിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൽ നേരത്തെ ലിവറിൻ്റെ ഫങ്ഷൻ പറയുമ്പോൾ ആയുർവേദം അതിൽ പ്രത്യേക ഒരു കാര്യം പറയുന്നത് കൃന്തയന്തി ഇതി യകൃത്ത്. യകൃത്ത് എന്നാണ് ഈ സംസ്കൃത ഭാഷയിൽ ലിവറിന് പറയുന്നത്. കൃന്തനം ചെയ്യാന്ന് പറഞ്ഞാൽ മൈക്രോഫേജിങ്, ഈ വലിയ മോളിക്യൂളിനെ ചെറിയ മോളിക്യൂളായിട്ട് കട്ട് ചെയ്ത് അതിനെ കൊണ്ടുവരുന്നതാണ് ലിവറിൻ്റെ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൊഴുപ്പിൻ്റെ അംശം ഉള്ള ആഹാരം കൂടുതൽ, ഹൈ ഫാറ്റ് കണ്ടന്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ്, അത് കൂടുതൽ. അത് പ്രത്യേകിച്ച് ഈ ബേക്കറി പദാർത്ഥങ്ങൾ, ഈ പറഞ്ഞ ഓയിലി ഫുഡ്, അത് പലപ്പോഴും ഇപ്പം വെളിയിൽ നമ്മളിപ്പോൾ ഈ സ്നാക്സ് ഒക്കെ കഴിക്കില്ലേ, ഈ ഒരു വടയും ചായയുടെ കൂടെ അതൊക്കെ കഴിക്കുന്ന പലതും ക്വാളിറ്റി ഉള്ള ഓയിൽ ആവണം എന്നില്ല. അത് മിനറൽ ഓയിലൊക്കെ അതിൽ ആഡ് ചെയ്യപ്പെടും. ഇതെല്ലാം ശല്യമായിട്ടാണ് വരുന്നത്, ലിവറിനെ ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ ചെറിയ കാര്യമാണ്. പണ്ടൊക്കെ മദ്യപാനം കൊണ്ടാണ് ലിവറിന് കുഴപ്പമെന്നാണ് എല്ലാവരും ധരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ഇപ്പം പ്രശ്നം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. അതിനേക്കാൾ മദ്യപാനത്തെക്കാൾ ഒരുപക്ഷെ ഇപ്പം കൂടുതൽ ഇത്തരം ആഹാരശീലങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മറ്റൊരു പ്രധാന സ്ലീപ്പ്, ഉറക്കം നേരെ ആവുന്നില്ല.
വേണ്ടത്ര ഉറക്കം കിട്ടാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ഉണ്ട്, ഇപ്പം തന്നെ ഒരു പുളിച്ചുകാട്ടലൊക്കെ ഉണ്ടായിട്ട് അസിഡിറ്റി ഒക്കെ ഉള്ളവർക്ക് രാത്രി ഉറക്കം കുറവായിരിക്കും. അങ്ങനെയുള്ളവരിലും ഈ ഫാറ്റ് അക്യുമുലേഷൻ നടക്കാനുള്ള സാധ്യത, ഈ ഫാറ്റി ലിവർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയും കാരണങ്ങളുണ്ട്. ഇത് കൂടാതെ നമുക്ക് സ്ട്രെസ് ഒരു വലിയ ഫാക്ടറാണ്. അത്തരം ആൾക്കാരിൽ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടും. അപ്പം ആഹാരം മാത്രമല്ല, ലൈഫ് സ്റ്റൈലിൽ ഈ പറഞ്ഞ ഉറക്കത്തിൻ്റെ കുറവ്, അതുപോലെ ലേറ്റായിട്ട് ആഹാരം കഴിക്കുന്ന ശീലം, ഇതൊക്കെ ലിവറിനെ ഡാമേജ് ചെയ്യിക്കും, ലിവറിന് ലോഡ് ഉണ്ടാക്കും, ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണിക്കുന്നത്. കൂടാതെ ചില മറ്റ് രോഗങ്ങൾ കാരണം കൊണ്ടുണ്ടാകും. ഇപ്പോൾ ഉദാഹരണം ഡയബറ്റിക് ടൈപ്പ് 2 ഡയബറ്റിക് ആൾക്കാർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. നമ്മുടെ കോശങ്ങൾക്ക് ഇൻസുലിൻ്റെ വേണ്ടത്ര അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു സ്റ്റിമുലേഷൻ കിട്ടുന്നില്ല, അത് വേണ്ടത്ര അത് സെൻസിറ്റീവ് ആവുന്നില്ല. അത് കാരണം ഗ്ലൂക്കോസ് കൂടിയിട്ട് ഫാറ്റ് ഡിസ്റെഗുലേഷൻ, കൊഴുപ്പിൻ്റെ ഡിസ്റെഗുലേഷൻ ഉണ്ട്. അപ്പോൾ കൊഴുപ്പിൻ്റെ മെറ്റബോൾസ് അവിടെ വെച്ച് മാറുകയാണ്. അവിടെ വെച്ച് തിരിഞ്ഞിട്ട് ഇത് ഒരു ഗ്ലോബ്യൂൾസ് ആയിട്ട് നമ്മുടെ ഹെപ്പാറ്റിക് സെൽസിൽ, ഹെപ്പാറ്റോസൈറ്റ്സ് എന്നാണ് ഇതിന് പറയുന്നത്, ലിവറിൻ്റെ കോശങ്ങളെ ഹെപ്പാറ്റോസൈറ്റ്സ്, അതിന് പല ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഹെപ്പാറ്റിക് കോശങ്ങളെ ഈ കൊഴുപ്പ് ചെന്ന് അടഞ്ഞിട്ട്, അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ ആ ഒരു പ്രസൻസിൽ അതിൻ്റെ ഫാറ്റ് മെറ്റബോളിസം, അതിൻ്റെ മൊത്തത്തിലുള്ള മെറ്റബോളിസം മാറിയിട്ട് അവിടെ നീർക്കെട്ടുകൾ ഉണ്ടാകുന്നു. അതല്ലാതെ നീർക്കെട്ട് കൂടാതെ വരാവുന്ന ഡാമേജ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് മെറ്റബോളിസം വേറെ തരത്തിലാവുന്നു. കൂടാതെ അവിടെ ചില ഫൈബർ, ഈ പറഞ്ഞ എന്താ പറയുന്ന ചില കട്ടി ഉണ്ടാവുക എന്ന് പറയും, കോശങ്ങൾ കട്ടിയാവും, ഫൈബ്രസ് ആവും. ഇതാണ് പിന്നീട് ലിവറിനെ വലിയ മാരക രോഗങ്ങളിലേക്ക് എത്തിക്കുന്ന, ലിവർ സിറോസിസിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ലിവർ ഹെപ്പാറ്റോസൈറ്റ്സ് കട്ടി ആയതിനെയാണ് ഫൈബ്രോട്ടിക് എന്ന് പറയുന്നത്. ആ ഫൈബ്രോസിസ് ആണ് പിന്നെ സിറോസിസിലേക്ക് ആവുന്നത്. അപ്പൊ ഇത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ആദ്യം വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും ഫാറ്റി ലിവർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തള്ളും. പക്ഷെ ഇത് പിന്നീട് ഇത്തരത്തിലുള്ള മാരക രോഗങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എത്താം. ഓക്കെ, അപ്പൊ ഫാറ്റി ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ ലിവറിന് കൊടുക്കുമ്പോൾ അത് ഫാറ്റി ലിവർ ആവുന്നു. അപ്പോൾ ഡോക്ടർ, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കണ്ടെത്തണമല്ലോ പെട്ടെന്ന് തന്നെ. അപ്പൊ എന്തായിരിക്കും ലക്ഷണങ്ങൾ എന്ന് പറയും? ഇതില് പ്രധാനമായിട്ട് നമുക്ക് പലപ്പോഴും കരൾ രോഗങ്ങള് ലക്ഷണം കാണിക്കണം എന്ന് തന്നെ ഇല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ പലപ്പോഴും അറിയാറുണ്ട് ലിവർ ക്യാൻസർ ആയിട്ട് ഇപ്പൊ അടുത്തറിഞ്ഞേ ഉള്ളൂ, യാതൊരു ലക്ഷണവും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ലിവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരളിന് പറ്റാവുന്ന പ്രശ്നം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ ചിലപ്പം കഴിയണം എന്നില്ല. പിന്നെ ഈ ഫാറ്റ് ഡിപ്പോസിറ്റ് ഉണ്ടെന്ന് പറയുന്നത് ഈ പുറമേ അല്ല, ആന്തരികമായിട്ട് ഉള്ളില് ലിവറിന്റെ ഭാഗത്ത് വരുന്ന ഡിപ്പോസിറ്റ് ആണ്. അത് പുറമേ തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ഇപ്പോഴത്തെ ഒരു ജീവിതശൈലിയും സ്ട്രെസ്സും മറ്റുള്ള ഈ ടോക്സിൻ വിഷാംശങ്ങളുടെ ഒരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്കത് വേണ്ടത് ഒരു വൺസ് ഇൻ എ വൈൽ, ഒരു വർഷത്തിലൊരു റൊട്ടീൻ ചെക്കപ്പ് ശരിക്കും ആവശ്യമാണ്. ഈ ലിവറിന്റെ പ്രശ്നങ്ങൾ ഒരു വർഷത്തിൽ ഒരിക്കലൊരു ചെക്കപ്പിൽ, ഇപ്പൊ സിമ്പിളായിട്ട് രക്തപരിശോധന, ഇപ്പം ലിവർ ഫങ്ഷൻസ് ഉണ്ട്, ലിവർ ഫങ്ഷൻ ALT എന്ന് പറയുന്ന ആ ലിവർ എൻസൈമിന്റെ അളവ് തോത്, അതിൽ വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടോ, ലിവർ ഫങ്ഷനിൽ മാറ്റം ഉണ്ടോ എന്ന് സിമ്പിളായിട്ടുള്ള രക്തപരിശോധന ചെയ്യാം. പിന്നെ ഒരു ഇമേജിങ്, ആ അവിടുത്തെ കോശങ്ങളെ നമുക്ക് സ്കാനിൽ കൂടി കാണാൻ കഴിയും. അപ്പൊ അത് സിമ്പിളായിട്ടുള്ള അൾട്രാസൗണ്ട് സ്കാൻ ഒന്ന് എടുക്കാവുന്നതേ ഉള്ളൂ, അത് വേറെ ദോഷമുള്ളതല്ല. അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ ഒരു വരാൻ സാധ്യത ഉണ്ടെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതെ, ഓക്കെ. അപ്പോൾ ഈ ഒരു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടല്ലോ, അതായത് ആൽക്കഹോൾ പണ്ടൊക്കെ പറയുമായിരുന്നു മദ്യപാനമൊക്കെ കൂടുതലായതുകൊണ്ടാണ് ഈ ഫാറ്റി ലിവർ സംഭവിച്ചതെന്നാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്, നിനക്കുണ്ടോ അവർക്കുണ്ടോ എന്ന് വയ്ക്കുന്നത് പോലെയാണ് ഫാറ്റി ലിവറിൻ്റെ ഒരു വ്യാപകം. അപ്പോൾ ഈ ഒരു ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വരുന്നതെല്ലാം നമ്മുടെ ഈ ഫുഡ് ഹാബിറ്റ് കൊണ്ട് തന്നെയാണെന്നാണ്. അത് നല്ലൊരു ചോദ്യമാണ്. അതിൽ
ഫുഡ് നമ്മൾ നേരത്തെ വിശദീകരിച്ചു, ഫുഡിന്റെ പ്രശ്നങ്ങൾ, സ്ലീപ്പിന്റെ ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ വിശദീകരിച്ചു. ഇനിയും മറ്റ് ചില ഫാക്ടേഴ്സ് കൂടെ ഇതിനുണ്ട്. ഒന്ന് ഫാമിലി ഹിസ്റ്ററി, ജനറ്റിക് കോസ്, അതായത് കുടുംബത്തിൽ അച്ഛനോ അമ്മയ്ക്കോ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. പിന്നീട് ഇത് കൂടാതെ നമുക്ക് മറ്റ് ചില ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം ചില രോഗങ്ങൾ ഉള്ളവർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. ഇപ്പം മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. അതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് പൊണ്ണത്തടി, ഒബീസിറ്റി ഉള്ളവർക്ക് ഫാറ്റി ലിവറും കൂടി വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. അതുപോലെ ഡയബറ്റിസ്, ടൈപ്പ് 2 ഡയബറ്റിസ്, നേരത്തെ പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കൊണ്ട് ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യന്റുകളിൽ ഈ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഈ വ്യായാമക്കുറവ്, സെഡിമെന്ററി ഹാബിറ്റ്സ്, നമ്മൾ ഇതില്ലാതെ ആവശ്യത്തിന് വ്യായാമം ഇല്ലാത്തത് കൊണ്ട് ഹൈ കാലറീസ് ഫുഡും കഴിക്കുമ്പോൾ അങ്ങനത്തെ സെഡൻഡറി ഹാബിറ്റ്സ്, അതാണ് മറ്റൊരു കാരണം. ഇത് കൂടാതെയും 1-2 ഫാക്ടേഴ്സ് ഉള്ളത്. ഇപ്പൊ ഹോർമോൺ ഡിസ്റെഗുലേഷൻ, ഇപ്പൊ PCO ലേഡീസിനുണ്ടാവുന്ന പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം, അത്തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്കും ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്കൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് അല്ലേ ഡോക്ടർ? അപ്പോൾ അത് നമുക്കൊരു അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ മെഡിസിൻസും ഇതിനെയൊക്കെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചും സംസാരിക്കാം. ഫാറ്റി ലിവറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി. പക്ഷേ ഇതിനൊരു മെഡിസിനും ഇതെങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചും അടുത്തൊരു എപ്പിസോഡിൽ ഡോക്ടർ എത്തുന്നതായിരിക്കും. ഡോക്ടർ